കണ്ണൂർ പാനൂർ മുളിയന്തോട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ CPM-നെതിരെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തെത്തി. ഏതായാലും ബോംബുണ്ടാക്കിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? UDF പര്യടനം നടക്കാനിരിക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. കരുതലും സ്നേഹവും ഒക്കെ പോസ്റ്ററിൽ പോരാ, ന്യായീകരിക്കാനാവാത്ത സംഭവമാണ് നടന്നത്, ഷാഫി പറമ്പിൽ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു പാനൂരിലെ ബോംബ് നിർമ്മാണം. കണ്ണൂർ, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനിടെ ബോംബ് നിർമ്മാണ സംഘത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ഒരു വിവരവും പുറത്തു പോകാതിരിക്കാനുള്ള കരുതൽ പ്രതികൾ എടുക്കുന്നുണ്ട്. 2 പേർക്ക് കൂടി അപകടത്തിൽ പരിക്കേറ്റു. വിനോദ്, അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ വിനോദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അക്ഷയ് പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 10ഓളം പേർ. ഇതോടെ സംഘടിതമായ ഒരു ബോംബ് നിർമ്മാണമാണ് ഇവിടെ നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. സ്ഫോടനത്തിൽ മരിച്ചത് CPM അനുഭാവിയാണെന്നും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇത് CPM നിഷേധിക്കുകയും ചെയ്യുന്നു. ഏതായാലും പാർട്ടി ഗ്രാമത്തിനുള്ളിലാണ് സ്ഫോടനം നടന്നതെന്ന് വ്യക്തമാണ്. പരിക്കേറ്റ ഒരാളുടെ അച്ഛൻ CPM പ്രാദേശിക നേതാവാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടെ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ വിവരം മാത്രമാണ് പുറത്തു വരുന്നതെന്നും സൂചനകളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മറ്റുള്ളവരെ അതീവ രഹസ്യമായി ചികിത്സിക്കുകയാണെന്നാണ് സൂചനയും. രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം. കണ്ണൂരിൽ രാഷ്ട്രീയ അതിക്രമത്തിന് കോപ്പുകൂട്ടൽ നടക്കുന്നുവെന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾക്ക് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇതെല്ലാം പാനൂരിൽ ലംഘിക്കപ്പെട്ടുവെന്ന വിലയിരുത്തൽ സജീവമാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റത്. ഇവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ കിട്ടാതിരിക്കാനാണ് പേരുവിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ പേര് പുറത്തു വന്നാലും അവർക്ക് അടുത്ത കാലത്തൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകാൻ കഴിയില്ല. ഇതാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടയിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ CPM അനുഭാവി ഷെറിൻ മരിച്ചു. സ്ഫോടനത്തിൽ കൈക്കും മുഖത്തും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈപ്പത്തികൾ അറ്റുപോയ നിലയിലായിരുന്നു. രാത്രി തന്നെ ഷെറിനെയും വിനീഷിനെയും ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഷെറിൻ മരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് CPM വ്യക്തമാക്കണമെന്നാണ് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥികളെല്ലാവരും പറയുന്നത്. ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഷാഫി പറമ്പിലും ചോദിച്ചത്. CPM ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണ്. പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.